ശ്രീ ജേക്കബ് ജോർജ് തെരഞ്ഞെടുപ്പുകൾ ഏറെ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും അടുത്ത ഓർമ്മയിലാണെങ്കിൽ പോലും 3-4 തെരഞ്ഞെടുപ്പുകൾ ഈ പറയുന്ന നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന 2006 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് പോലുമുണ്ട്. ആദ്യ ദിവസം ഇത്രയും വലിയ പ്രചാരണ ഘോഷ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് അത്ഭുതമുണ്ട്. ആദ്യ ദിനം എന്ന നിലയ്ക്ക് കൊട്ടിക്കലാശത്തിന്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം വലിയ പോരായിരിക്കുമെന്നതിന്റെ സൂചന തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങയുടെ അഭിപ്രായം? കൊല്ലം വരെ ബൈ റോഡ് പോയിട്ട് എളുപ്പം വരികയായിരുന്നു. അപ്പം കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള വഴിയരികിലെല്ലാം കോർണർ മീറ്റിങ്ങുകൾ ആയി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മാധു പറഞ്ഞതുപോലെ തന്നെ കോർണർ മീറ്റിങ്ങുകള്, പോസ്റ്ററുകളെ, ഭിത്തിയിൽ, മതിലുകളിൽ ചുവരെഴുത്ത് ഒക്കെയായിട്ട് ജനങ്ങളും പ്രവർത്തകരങ്ങ് രംഗത്തിറങ്ങി കഴിഞ്ഞു. BJPയുടെ ഫ്ലെക്സ് ബോർഡുകൾ എത്ര എണ്ണമെന്നറിയാമോ ഈ ഭാഗത്ത് കൊല്ലം തിരുവനന്തപുരം വരെയുള്ള ഹൈവേയുടെ 2 വശത്തും കാണാൻ കഴിയുക. അത് വലിയ സംഭവം തന്നെയാണ്. കാരണം BJPക്ക് വ്യത്യാസമുണ്ട്. BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇഷ്ടംപോലെ കാശ് കൊടുത്തു കഴിഞ്ഞു നേരത്തെ തന്നെ. അതുകൊണ്ട് അതവർ പ്രയോഗിക്കുന്നു. ഇപ്പം പത്രങ്ങളിലൊക്കെ വരുന്ന പോസ്റ്ററുകൾ റോഡിലെല്ലാം കാണാം. അവരുടെ പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങള് വലിയ പോസ്റ്ററായിട്ട് റോഡുകളിൽ തന്നെ കാണാം. സ്വാഭാവികമായിട്ടും 3 ത്രികോണ മത്സരം എന്ന പ്രതീതി നമ്മുടെ റോഡുകളിൽ, നിരത്തുകളിൽ, പരസ്യങ്ങളിൽ, പത്രങ്ങളിൽ നോക്കിയാൽ അങ്ങനെ മനസ്സിലാവും. പക്ഷെ യഥാർത്ഥത്തിൽ 2 മുന്നണികൾ, പരമ്പരാഗതമായി കേരളത്തിൽ നടക്കുന്ന പരമ്പരാഗതമായ 2 ശത്രുക്കൾ, ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. യാതൊരു സംശയമില്ല. 2 കൂട്ടുകെട്ടുകൾ തമ്മിലുള്ള മത്സരം. അതിന്റെ അകത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ BJP ഒന്നാമതുള്ളത്. ഉണ്ടാകില്ലേ? അല്ല, ആ 11 മണ്ഡലങ്ങളിൽ എത്ര എണ്ണം കിട്ടും BJPക്ക് എന്നാണ് മാധുവിന്റെ കണക്കുകൂട്ടൽ? ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. എനിക്കൊരു കണക്കൊക്കെ ഉണ്ട്, പക്ഷെ പറയാൻ പാടില്ല. അങ്ങേക്ക് പറയാം. രാഷ്ട്രീയ നിരീക്ഷകനല്ലേ? ചോദ്യം ചോദിക്കുക. അല്ല, ഞാനങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ അങ്ങേക്ക് പറയാം. ഇല്ല, എനിക്കൊരു നിരീക്ഷണവും ഇല്ല ആ കാര്യത്തിൽ. നമുക്ക് വരട്ടെ, കാരണം കടുത്ത മത്സരം നടക്കുന്ന കുറെ മണ്ഡലങ്ങൾ BJPക്ക് അവകാശപ്പെടാനുണ്ട്. തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, നേമത്ത് നമ്മൾ തന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവിലെ ശ്രീലേഖ IPS, മുൻ IPS ഉദ്യോഗസ്ഥ, മുൻ പോലീസ് DGP മത്സരിക്കുന്നു. അവിടെ K മുരളീധരൻ മത്സരിക്കുന്നു. ഭയങ്കര സംഭവബഹുലമാണ് കേരള രാഷ്ട്രീയം. ആ സംഭവബഹുലമായ കേരള രാഷ്ട്രീയത്തിന്റെ തനി പ്രതിഫലം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും നമ്മുടെ ജനങ്ങളുടെ വാശിയും വീറും വാശിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും അത് കൂടും, യാതൊരു സംശയമില്ല. കാരണം, ആത്യന്തികമായിട്ടൊരു കാരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാമതും ഭരണം കിട്ടിയേ പറ്റൂ. കാരണം എന്താ? അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എങ്ങും ഭരണമില്ല. കോൺഗ്രസിന് ഭരണമുണ്ട്. അതേപോലെ കോൺഗ്രസിനാണെങ്കിലും ഭരണം കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ പ്രചാരണം നടത്തിയതാണ്, ഞങ്ങൾ വരും. അന്ന് പക്ഷെ സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. അന്നത്തെ സാധ്യത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കേരളത്തിൽ ഒരു LDF ഭരണം കഴിഞ്ഞാൽ അടുത്തത് UDF എന്നുള്ള ഒരു അലിഖിതമായ ഒരു പതിവ് കേരളത്തിനുണ്ടായിരുന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്കുണ്ടായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഒന്നിടവിട്ട് ഭരണത്തിലെത്തുക എന്നുള്ള ഒരു രീതി. അത് പിണറായി വിജയൻ തെറ്റിച്ചു. ഭരണ തുടർച്ച നേടി. ഇപ്പൊ നമ്മുടെ ജിൻഡോ ജോണൊക്കെ പറയുന്നത് കേട്ടു. തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം കാണാം, ഒക്കെ ഉണ്ടാവും. അവർക്ക് ഭരണം കിട്ടുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ ഞാൻ പറയാൻ തയ്യാറുള്ളൂ അക്കാര്യത്തിൽ. കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ പ്രതീക്ഷ വെച്ച കോൺഗ്രസ് പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചുകൂടാ കോൺഗ്രസിന്. ഞാൻ നേരത്തെ ഇടതുമുന്നണിയുടെ കാര്യം പറഞ്ഞതുപോലെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അധികാരമില്ലാതെ വെയിലത്ത് നിൽക്കുകയാണ്. അധികാരത്തിന്റെ ശീതള ഛായയില്ലാതെ വെയിലത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടി ഇത്തവണ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ കോൺഗ്രസിന്റെ അകത്ത് പ്രശ്നമുണ്ടാവാം. BJP നോക്കി നിൽക്കുകയാണ് മധു. BJP ഇങ്ങനെ തക്കം നോക്കിയിരിക്കുകയാണ് കയറി വരാൻ. കേരളത്തിൽ ഒരു ഇടം കാണണം, ഒരു ഇടമുണ്ടാക്കി കയറി വരണം. 2 കക്ഷികൾ തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന കേരള സംസ്ഥാനത്ത് ഒരു ഇടമുണ്ടാക്കി കയറാനുള്ള ശ്രമത്തിലാണ് BJP. അതിനവർക്ക് ഒരു വലിയ സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ് ഈ മത്സരം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോ ഇന്ന് അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി
ഒരു നീണ്ട നിര ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഇതേ കാര്യം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടു. വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. നിര പ്രഖ്യാപനങ്ങൾ, ഒരു മിനി ബജറ്റ് തന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. കയറ്റിയത് അംഗീകരിച്ചു എന്ന് എനിക്ക് ആദ്യം കേട്ടപ്പോൾ വലിയ സന്തോഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കും, വോട്ട് നൽകും എന്ന പ്രതീക്ഷയുണ്ടോ? ജനങ്ങൾക്ക് സർക്കാർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ അവകാശമാണെന്നും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കോൺഗ്രസും BJPയും പ്രതിനിധീകരിക്കുന്ന നിയോ ലിബറൽ നയങ്ങളുടെ വക്താക്കളായ മുന്നണികൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ജനകീയമായ ക്ഷേമോന്മുഖമായ വികസനോന്മുഖമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തപ്പോൾ വിലയിരുത്തിയപ്പോൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ദൗർബല്യങ്ങൾ സംഘടനാ രംഗത്ത് പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ ബൂത്ത് തലത്തിൽ, മണ്ഡലാടിസ്ഥാനത്തിൽ മാത്രമല്ല ബൂത്ത് തലങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രവർത്തിക്കുകയാണ്. ജനങ്ങളെ ഞങ്ങൾ സജ്ജീകരിക്കുകയാണ്. അവരിന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളും ക്ഷേമ വികസന പദ്ധതികളും ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം വരണം. UDF അധികാരത്തിൽ വന്നാൽ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ കേരളം നേടിയെടുത്ത സമസ്ത നേട്ടങ്ങളെയും സമസ്ത അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും ഇല്ലാതാക്കും. കാരണം അവരുടെ നയം, അവരുടെ സൈദ്ധാന്തിക അടിത്തറ നിയോ ലിബറലിസത്തിൻ്റെതാണ്. സ്റ്റേറ്റ് എല്ലാവരും പിന്താങ്ങണമെന്നും സ്റ്റേറ്റിന് പകരം സ്വകാര്യ മേഖല വരണമെന്നും സ്റ്റേറ്റ് ഫെസിലിറ്റേറ്റർ മാത്രമായാൽ മതി. ആരോഗ്യരംഗത്ത് KKR ഗ്രൂപ്പ് വരും, ബ്ലാക്ക് സ്റ്റോൺ വരും. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കെട്ടിടമുണ്ടാക്കി 10 വർഷക്കാലമായി ഇടതുപക്ഷം NOC കൊടുക്കാത്തതിൽ വലിയ പ്രകോപിതരായിട്ട് നടക്കുന്ന ബിസിനസ്സുകാരുണ്ട് ഇവിടെ. ആ ബിസിനസ്സുകാരുടെ നാക്കാണ് KM ഷാജി ഇവിടെ ഖത്തറിലെ KMCC യോഗത്തിൽ നമ്മൾ കേട്ടത്. അവരൊക്കെ ഇടതുപക്ഷത്തെ തകർത്ത് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ച് ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട് വരാൻ കാത്തിരിക്കുകയാണ്. ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് മാധു. ജനങ്ങളെ വീടാന്തരം കയറി ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കറിയാം നഷ്ടപ്പെടുന്നത് കേരളത്തിന്റെ മഹത്തായ സാമുദായിക നേതാക്കളും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഡിബേറ്റ് വിത്ത് മാധു സജി.